ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ ഇതൊരു വെറൈറ്റി ചെടിയാണ്. എല്ലാ വീടുകളിലും ഒന്നും കണ്ടില്ലെങ്കിലും ഇപ്പം സാധാരണ ഓരോ സ്ഥലത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പെൻസിൽ കാക്ടസ് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിന് കൂടുതൽ സൂര്യപ്രകാശം ഒന്നും വേണ്ട. നമ്മൾ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിചരണവും ഇല്ലാതെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണിത്. അധികം സൂര്യപ്രകാശത്തിന്റെ ആവശ്യമൊന്നും വേണ്ട. ഇതൊരു കാക്ടസ് ഇനത്തിൽപ്പെട്ട ചെടി അല്ലെങ്കിലും ഇതിന് പേര് പെൻസിൽ കാക്ടസ് എന്നാണ്. ഇത് സെക്കുലന്റ് ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിന്റെ തണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു സെക്കുലന്റ് ഇനത്തിൽപ്പെട്ട ചെടിയാണെന്ന്. ഇതിന് കൂടുതൽ വെള്ളം ഒന്നും ആവശ്യമില്ല. സാധാരണ രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് മാത്രം മതി ഇതിന്. നമ്മൾ ഈ മറ്റേ സെക്കുലന്റ് ഇനത്തിൽ പെടുന്ന ചെടികൾ എങ്ങനെ നടുന്നു അതുപോലെ തന്നെ നട്ടേച്ചാൽ മതി. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും മൂത്ത തണ്ടില്ലേ, ഇച്ചിരി വണ്ണം വെച്ച തണ്ടാണ് ഒടിച്ച് നടേണ്ടത്. അപ്പൊ തന്നെ ഒടിച്ച് നടരുത്. നമ്മൾ ഈ ഒടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കറ വരും. ഇത് നന്നായി വെള്ളത്തിൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം ഒരു ദിവസം നടരുത്. അത് മാറ്റി ഇങ്ങനെ വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കണം. പിറ്റേ ദിവസം മാത്രമേ ഇത് നടാവുള്ളൂ. ഇത് ഔഷധ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ വരുന്ന അരിമ്പാറയില്ലേ, അരിമ്പാറയുള്ള സ്ഥലത്ത് ഇതിങ്ങനെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു 3-4 തവണ തൊട്ട് കൊടുക്കണം എന്നാ പറയുന്നത്. ചെറിയ അരിമ്പാറ ഉള്ള സ്പോട്ടില് അത് തനിയെ അരിമ്പാറ പോലെയുള്ള സ്ഥലം കരിഞ്ഞ് അത് മാറുമെന്നാ പറയുന്നത്. കാരണം ഇത് പൊള്ളാനുള്ള വീര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര മരുന്നാന്നാ പറയുന്നത്. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു അറിവ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഔഷധ സസ്യം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന് പല പേരുണ്ട്, പക്ഷെ കൂടുതലും ഈ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഫയർ സ്റ്റിക്ക്, പെൻസിൽ ട്രീ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. ഇതിന്റെ സ്വദേശം ആഫ്രിക്കയാണെങ്കിലും ഇന്ന് കേരളത്തിലും നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന് സാധാരണ സെക്കുലന്റ് പ്ലാന്റിനുള്ള പോട്ടിംഗ് മിക്സ് മാത്രം മതി. ഈ ചെടികൾക്ക് ഈ പാല് പോലുള്ള കറയുണ്ടല്ലോ, ഈ കറ കളഞ്ഞിട്ട് നട്ടുവെച്ചാൽ എവിടെ വേണേലും ഇത് കിളുത്തു പോരും. ഇതിന്റെ ലീഫ് ഉണ്ടോ, വളരെ ചെറിയ ലീഫാണ്. ഈ ചെടിയെ വ്യത്യസ്തമാക്കുന്നത് തന്നെ ഇതിന്റെ ഈ ഷേപ്പാണ്, ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ലീഫ്. പിന്നെ നമുക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഷോയ്ക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇത് എടുത്ത് വെക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്രമേ മണ്ണ് വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത, ഇത് കാണുന്ന പോലെയല്ല കേട്ടോ, അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഈ ചെടി. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ, ഇതുണ്ടോ, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഈ ചെടി. ഇതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് എങ്ങനെയൊക്കെ വെച്ചാൽ ഇത് ഒടിയൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എവിടെയെങ്കിലും കണ്ടാൽ ഇതൊരു ഔഷധ ചെടിയാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ്. സൂര്യപ്രകാശം കുറവ് മതി. ഇതിനെ കയ്യിലേക്ക് കറ പറ്റിയാന്ന് വാഷ് ചെയ്തേക്കുക. നമുക്കൊരു ചെറിയ ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്, ചെറുതായിട്ട്. പേടിക്കാനൊന്നുമില്ല. നടാൻ എന്തേലും വേണമെന്നറിയോ, ഒരു 2 മാസം കൊണ്ട് ഇത്രയാവും. അപ്പൊ നമുക്ക് ഇത്രയും ഉള്ളൊരു കമ്പ് നട്ടാൽ മതി കേട്ടോ. ഇത്രയും നട്ടാൽ ഇത്രയാവും. ഇത്രയും ആകാനായിട്ട് ഇത്രയും നട്ടാൽ മതി. ഇത് നട്ടേച്ചാൽ മതി. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ നട്ടു നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.